നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ഇവിടെ? അത് വേറൊന്നുമില്ല, വണ്ടിയുടെ ചാവി കാണുന്നില്ല. ഇനിയിപ്പോ തന്റെ കാർ എടുത്ത് പോട്ടെ, അല്ലെങ്കിൽ വല്ല ക്യാബും വരാൻ പറയാം. അതെ, എനിക്ക് ആരുടെ വണ്ടിയൊന്നും വേണ്ട. ഇത്ര പ്രധാനപ്പെട്ട ഒരു ബോർഡ് മീറ്റിംഗിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ഇന്നലെ തന്നെ എന്നോട് പറയണമായിരുന്നു. അതോ അതുപോലെ ബോർഡ് മീറ്റിംഗിന് ചെന്നിട്ട് പറയോ ഭാര്യയുടെ പുണ്യ പ്രവൃത്തി കൊണ്ടാണ് വൈകിയെന്ന്? അപ്പൊ എല്ലാരും നിന്ന് കൈയടിക്കുമായിരിക്കും. അമ്മയോട് ഈ കാര്യത്തിൽ ഇടപെടാൻ ആരെങ്കിലും പറഞ്ഞോ? ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കാനും എനിക്കറിയാം. എന്റെ പ്രശ്നം കമ്പനിയുടെ ബോർഡ് മീറ്റിംഗാ, അല്ലാതെ ഇവളുടെ സൗകര്യക്കുറവോ അല്ല. പത്മ, താൻ എന്താ ഈ കാണിക്കുന്നത്? എങ്ങനെങ്കിലും പൊയ്ക്കോ, പക്ഷേ നിർണായകമായ ഒരു ബോർഡ് മീറ്റിംഗിന് ഇത്ര ഇറിറ്റേഷൻ ആയിട്ട് ഒരാൾ കയറി ചെന്നാ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഹലോ ആനന്ദ്. മാഡം, മീറ്റിംഗിന് എല്ലാവരും എത്തി. സൂര്യ സാർ ഇതുവരെ വന്നിട്ടില്ല. കുഴപ്പമില്ല, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്താം. ഞാനാ പങ്കെടുക്കുന്നേ. ഓക്കെ മാം. മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തോളാം. വേണ്ട, മീറ്റിംഗിന് എങ്ങനെ എത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വേണ്ടെന്നാ പറഞ്ഞ. ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. കലങ്ങിയ മനസ്സുമായിട്ട് അവരുടെ മുന്നിൽ ചെന്നിരിക്കണ്ട. നിനക്ക് നിന്റെ കുടുംബ ജീവിതമല്ലേ വലുത്. എനിക്ക് ഈ കുടുംബം നോക്കുന്നത് പോലെ എന്റെ കമ്പനിയെ നോക്കണം. തൃപ്തിയായല്ലോ എനിക്ക്. നേരെ ചൊവ്വ ചാവി എടുത്ത് തന്നിട്ട് ഞാൻ ഓഫീസിലെത്തിയാണ്. സർ, ഞാൻ നോക്കിയെടുത്ത് തരാം. അത് നോക്കിയെടുത്ത് സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. പാവം, അവളോട് വെറുതെ ബഹളം വെക്കണ്ടായിരുന്നു. അച്ഛൻ കണ്ടല്ലോ ഇവിടുത്തെ ബഹളം. ആ ബഹളം മുതലെടുത്ത് ആരാ? ഇറിറ്റേറ്റഡ് ആയ മൈൻഡുമായിട്ട് ബോർഡ് മീറ്റിംഗ് ചെന്ന് കയറണ്ടെന്ന് കൽപ്പന കണ്ടില്ലേ പത്മ മേഡത്തിന്റെ? മമ്മി പറഞ്ഞാൽ എന്താ തെറ്റ്? നിനക്ക് ദേഷ്യം വന്നാല് ആരോടൊന്ന് നോക്കിയിട്ടാണോ നീ പെരുമാറുന്നത്? അതെ, പ്രധാനപ്പെട്ട കാര്യമല്ലേ. ആന്റി അത് കൃത്യമായിട്ട് ചെയ്തോളൂ. മതി, ഇനി നിങ്ങളായിട്ട് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട. എന്ത് കഷ്ടായത്. ഇപ്പൊ ഞാൻ കാരണം സാറിന് മീറ്റിങ്ങിനും പോകാൻ പറ്റാതായി. ഞാൻ ഇവിടെ തന്നെ വെച്ചതാണല്ലോ, പിന്നെ ആര് വന്നെടുക്കാനാ? അമ്മേ, എനിക്ക് ബന്ധമില്ലാത്ത പ്രശ്നങ്ങളാ എപ്പോഴും എന്റെ തലയിലേക്ക് വരുന്നത്. ഇവിടെ താക്കോലിരുന്ന സത്യല്ലേ, അത് അമ്മയും കണ്ടതല്ലേ. എന്നിട്ടും ഓ, മനുഷ്യര് കാറെടുത്ത് പോകുമ്പോലെ ഇനി താന്നൂരമ്മേ പോയെന്ന് പറയാനായിരിക്കും. പരിഹസിക്കുന്ന കണ്ടില്ലേ അമ്മേ? ഒരു കാര്യം പറയുമ്പോ വിശ്വസിച്ചാൽ എന്താ? ദേവി, നമ്മളൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ പറയണം, വേണ്ടേ? പിന്നെ ഞാൻ താക്കോലെടുത്ത് വിഴുങ്ങി. അമ്മ കാണുന്നല്ലേ ഞാനിവിടെ ഓരോ കാര്യങ്ങൾ എത്ര കൃത്യമായിട്ടാ ചെയ്യുന്നതെന്ന്. എന്ത് ചെയ്താലും അവസാനം എനിക്ക് ദുഷ്പേരും വഴക്കും. അതല്ലാതെ വേറെന്താ ഉള്ളത്? ദേവി, ഞാനൊരു കാര്യം പറയാം. മറ്റുള്ളവർ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന പോലെ ഞാൻ ഇയാളോട് പെരുമാറാറുണ്ടോ?
ഇതിപ്പോ ഇയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം മുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ സംസാരിക്കില്ലേ? കേട്ടോ അമ്മ, എന്റെ ശ്രദ്ധയില്ലായ്മ എന്നാ പറയുന്നത്. ഓരോ ദിവസവും കുടിച്ചു കുഴഞ്ഞു വന്നിട്ട് പേഴ്സ് ഒരു ഭാഗത്ത്, മൊബൈൽ ഒരു ഭാഗത്ത്, അങ്ങനെ വലിച്ചെറിയുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ കൃത്യമായിട്ട് എടുത്തു വെക്കുന്നത് ആരാ? ഞാനല്ലേ. പേഴ്സിൽ നിന്നൊരു തുണ്ട് കടലാസ് പോലും താഴെ വീഴാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് ഒരു കാര്യം സംഭവിക്കുമ്പോ ഞാൻ മുമ്പ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ദേവി? ഇപ്പൊ എന്തായിരുന്നു അതിനുള്ള മറുപടി അല്ലേ പറയേണ്ടത്? അതെങ്കിലും ഈ ഭക്തിക്കൊന്ന് പറഞ്ഞു കൊടുക്ക പ്ലീസ്. എനിക്ക് ആരൊന്നും പറഞ്ഞു തരണ്ട. ഞാൻ നല്ല രീതിയിൽ തന്നെയാ പെരുമാറുന്നത്. പിന്നെ അമ്മ, മറ്റുള്ളവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ. അപ്പോ എന്നോടല്പം വിരോധം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോണെന്ന് പറഞ്ഞാൽ എന്നെ വിടില്ലല്ലോ. ദേവി, ഇതാണ് ഈ ഭക്തയുടെ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ ഇവിടുന്ന് പോണം എന്ന് പറയുന്നതല്ലാതെ പറഞ്ഞ കാര്യത്തിന് ഉത്തരം പറയൂ. ശരി, ഞാൻ സമ്മതിക്കുന്നു. താക്കോൽ ഇവിടെ മേശപ്പെടുത്തെടുത്ത് വെച്ചിരുന്നു. എന്നാ പിന്നെ അത് എവിടെ പോയി? അത് ആരാ കണ്ടുപിടിക്കേണ്ടത്? എന്നെ കൊണ്ടെല്ലാം നശിച്ചു. അങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് മടുത്തു എന്റെ താന്നിയൂരമ്മ. എനിക്ക് മടുത്തു. ദേവി, ഈ കരച്ചിലൊന്ന് നിർത്താൻ പറ. കരച്ചിലോണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. ഇതിപ്പോ വെറുതെ ദേവിയുടെ ഭക്ത മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി. ആർക്ക് വിഷമം? സാറിനോ? എന്നോട് സംസാരിക്കണ്ട. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താന്നിയൂരമ്മയോട് പറ. വിഷമുണ്ടെന്നൊക്കെ വെറുതെ പറയുന്നത് അമ്മേ. ഈ കാണിക്കുന്നൊക്കെ അഭിനയോ? അതെനിക്ക് മനസ്സിലായി. ഒരു ചെറിയ കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ദേവി, ഞാൻ ഈ കാണിക്കുന്നൊക്കെ അഭിനയമാണെന്ന് ഒരാൾ വിചാരിച്ചാല് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുത്തനാണല്ലോ. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താൻ ആർക്കാ ബുദ്ധിമുട്ട്?